ലോക കേരള സഭ ഇത് എവിടെ എത്രയൊക്കെ വിദേശത്ത് പോയിട്ട് ചതിവ് പറ്റുന്ന എത്രയോ മലയാളികളുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഓരോ രാജ്യത്ത് കൊണ്ടുപോകാനെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും. വിളിച്ചുകൊണ്ട് പോയിട്ട് അവസാനം റഷ്യൻ പട്ടാളത്തിൽ കൊണ്ടിച്ച് ആളിനെ കയറ്റിയ നാടാണ് നമ്മുടേത്. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് തിരിച്ചു വന്നു അവർ പാവങ്ങൾ. യുദ്ധഭൂമിയിലേക്കാണ് കൊണ്ടുപോകുന്നേ. അത് 4 ദിവസത്തെ ട്രെയിനിങ് കൊടുത്തിട്ട് നേരെ യുദ്ധത്തിന് അങ്ങ് കയറ്റുക. അത് ഇത് ഈ യുക്രൈനിലെ ഇത് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതുപോലെ ഒരുപാട് പേര് പോയിട്ട് തിരിച്ചു വരികയും ചതിവിൽപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെന്ത് നടപടിയെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കണം. അല്ലാതെ ഇവിടെ ലോക കേരള സഭ എന്ന് പറയുന്ന പ്രവാസി വ്യവസായികളെ വിളിച്ചു കൂട്ടി അവരോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുന്നതല്ല ചെയ്യേണ്ടത്. അവരെ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല ആർക്കും. ഉണ്ട് ആർക്കാന്ന് നോക്കിയാൽ ഇതിൽ മേലേക്കിടയിൽ നിൽക്കുന്ന കുറേ മുതലാളിമാരുണ്ട്, വലിയ വലിയ ആളുകൾ. അവരൊരുപാട് പേരുടെ കയ്യിൽ നിന്ന് പണം ഇങ്ങനെ വാങ്ങിച്ച് ബിസിനസ് ചെയ്യുന്ന ആളുകൾ ധാരാളമുണ്ട്. അത് എന്താണെന്ന് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, എനിക്ക് അതിനെക്കുറിച്ച് ശരിയായ വിവരമുണ്ട്. അവര് ഒക്കെ ഇത് മുതലെടുക്കാനുള്ള ഒരു മാർഗമായിട്ട് മാറുകയാണ്. അവർക്ക് ഈ ഭരണതലത്തിലേക്ക് എപ്പോഴും കടന്നു കയറണം. അവർക്ക് ഈ മുഖ്യമന്ത്രിയെ കൊണ്ടും അതുപോലെ മറ്റ് മന്ത്രിമാരെ കൊണ്ടും ഒക്കെ ഒരുപാട് ആവശ്യങ്ങൾ വരാം. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അതൊന്നും മുതലെടുക്കുക എന്നുള്ളതല്ലാതെ ഇതിനപ്പുറത്തോട്ട് ഇതുകൊണ്ട് ഒരു പ്രയോജനമുള്ള ഒരു കാര്യമല്ല. നമ്മുടെ പണം, ഈ പണം ദുർവ്യയം ചെയ്യാതെ എന്തുകൊണ്ട് ഇലക്ഷനിൽ നമ്മൾ തോറ്റു എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം അത് സ്വയം ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കട്ടെ. നമ്മൾ വളർത്തും കടന്നലെല്ലാം നമ്മളെ കുത്തുന്ന പൈങ്കിളിയെ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ കടന്നലുകൾ അവരെ തിരിച്ചു കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ബഹുമാന്യനായ ഗവർണറെ ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വിളിക്കാൻ പോയി. എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. അദ്ദേഹം അത് നിരാകരിച്ചു. അദ്ദേഹം നിരാകരിച്ചത് വേറെ പോയിന്റിലാണ്. ഇത് കൊണ്ട് എന്താ പ്രയോജനം? ഇതുകൊണ്ട് ആർക്ക് ഇന്ന് വരെ എന്ത് പ്രയോജനം ഉണ്ടായിട്ട്? ഏതെങ്കിലും പ്രവാസി സഹോദരന് അല്ലെ സഹോദരിക്ക് ഇത് മൂലം എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ? എത്രത്തോളം തിരിച്ചടികൾ പ്രവാസികൾ നേരിടുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. വിമാനക്കൂലി, അനിയന്ത്രിതമായ വിമാനക്കൂലിയാണ്. അതായത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒന്നിലൊരു പെരുന്നാൾ വരും, അല്ലെ ഓണം വരും, അല്ലെ ദീപാവലി വരും, ഇതുപോലെ അല്ലെ ക്രിസ്മസ് വരും, ന്യൂ ഇയർ വരും. ഇതുപോലെ ഓരോന്നും അങ്ങോട്ട് വരിക എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ആവുമ്പോൾ അങ്ങ് അനിയന്ത്രിതമായിട്ട് അങ്ങ് കൂട്ടുകയാണ്. തോന്നിവാസം പോലെ വിമാന കമ്പനികൾ ഇങ്ങനെ അവർ ഇങ്ങനെ കുതിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇത് കൂട്ടുക, ടിക്കറ്റ് നിരക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ചോദ്യം ചെയ്യാൻ, ഇതിനെ നിയന്ത്രിക്കാൻ ഇവിടെ ഈ ലോക കേരള സഭയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇതുവരെ? എല്ലാ പ്രവാസി സഹോദരങ്ങളും കഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇവിടുന്ന് പോകുന്നവരായാലും വരുന്നവരായാലും അവർ എന്ത് കഷ്ടപ്പാടാണെന്നറിയാമോ? ഈ വിമാനക്കൂലി ഇത്രത്തോളം കൂടിയിട്ട് കൊടുത്ത് പോകാൻ നിവർത്തിയില്ല. തോന്നിവാസം പോലെ കൂട്ടുന്നത് കേട്ടോ. അതിന് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. അത് ഈ നമ്മുടെ കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തായാലും ഇതിനെ ഒന്നും ചോദിക്കാനോ നിയന്ത്രിക്കാനോ ഒന്നും ആരുമില്ല. ഇവിടെ വലിയ വ്യവസായികളൊക്കെ ഉള്ള സ്ഥലമല്ലേ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ഉണ്ട്. അതൊക്കെ ഇവിടെ പാവപ്പെട്ടവന് അവിടെ മണലാരണ്യത്തിൽ പണിയെടുക്കുന്നതിന് എങ്ങനെ പോകും? ഒരേ ഒരു നാട്, അതായത് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഈ ലോകത്ത് വേറെ ഒരു നാടും ഇങ്ങനെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുബായിലാന്ന് പറയും. മനസ്സിലായില്ലേ? ഒരു സ്ഥലത്തിൻ്റെ പേര് പറയുന്നത്, അതായത് ഒരു രാജ്യത്തിൻ്റെ പേര്, ഒരു ജോലി ചോദിച്ചാൽ ഒരു രാജ്യത്തിൻ്റെ പേര് പറയുന്ന ഒരേ ഒരു നാടെന്ന് പറയുന്നത് നമ്മുടെ കേരളമായിരിക്കും. ആ രീതിയിലേക്ക് അതപ്പതിച്ചു പോയി. എന്താ ജോലി? ദുബായിലാണ്. എന്ന് വെച്ചാൽ ജോലി എന്താന്ന് ചോദിച്ചാൽ ദുബായിലാന്ന് പറയും, തീർന്നു. അല്ലെ കുവൈറ്റില, അല്ലെ ഇതുപോലെ ആയിപ്പോയി. ഞാനത് ആ രീതിയിലുള്ള എല്ലാ കാഴ്ചപ്പാട്. ഈ ദുർവ്യയം ആയതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം പറയാമായിരുന്നു. അതിന് പകരം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനോട് ചെയ്തത് എല്ലാം ഓർമ്മയുണ്ട്, അങ്ങനെയുള്ളവർ വന്ന് വിളിച്ചാൽ ഞാൻ എന്തിനാ വരുന്നത് എന്ന് ഞാൻ പോകത്തില്ല എന്ന് പറയുന്ന പോലെയേ ഉള്ളൂ എന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഒരു കൊതിക്കെറിവ് കാണിക്കാനുള്ള ഒരു കാര്യമല്ല ഇതൊന്നും. അതല്ലാതെ പറയാം, ഇത് ദുർവ്യയമാണ്, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികം ഇതിന് പെർമിറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും ഞാൻ വരികയില്ല എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. എന്തായാലും അദ്ദേഹം പോയില്ല, അത് നല്ലൊരു കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ശോഭ കെടുത്തിയോ എന്ന് ചോദിച്ചാൽ ഇതിനൊരു ശോഭയല്ലാതെ തന്നെ ഇല്ല. അതുകൊണ്ട് ഇത് കെടാനൊന്നും ഉള്ള കാര്യമല്ല. ഏതായാലും ഇത് പണം ചെലവാക്കാനുള്ള ഒരു മാർഗം എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല.